Idimannikal Jewelry is a luxury fine and a contemporary jewelry brand with a heritage of over 33 years. In 1989, E.M. Thomas, business pioneer of this trusted jewelry brand, carried a unique niche in gold market. Mr. E.T. Jose, follower of this tradition, is now the captain of Idimannikal Gold and Diamonds. He is an alumni of St. Berkman's College, Changanashwari. He completed his master's degree in commerce. Born from the vision of E.M. Thomas, his son E.T. Jose took the reins. He propelled Idimannikal Gold and Diamonds to new heights, upholding values of traditions while embracing innovative ideas. Today, Idimannikal stands as a symbol of trust, a testament to his dedication and success. Now, it's an inspiring entrepreneurial journey with extended services all along Kerala. സംഭവം ഇപ്പോഴത്തെ തലമുറ കൊണ്ടുപോകുന്നില്ല. They are doing a cozy life. 33 വർഷത്തെ സേവന പാരമ്പര്യം കൊണ്ട് ജനഹൃദയങ്ങൾ കീഴടക്കിയ ബിസിനസ് ടൈക്കൂൺ ഇടിമണ്ണിക്കൽ ശ്രീ E.T. ജോസ് സാറാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. SP കോളേജ് MBA ഡിപ്പാർട്ട്മെന്റ് മീറ്റ് ദ ടൈക്കൂൺ പ്രോഗ്രാമിലേക്ക് സാറിനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇടിമണ്ണിക്കൽ ജുവലറി ആരംഭിച്ചതിന് പിന്നിലെ കഥ ഒന്ന് പറയാമോ? ജുവലറി ആരംഭിച്ചത് ശരിക്കും ഞാൻ എൻ്റെ കൊമേഴ്സ് ഞാൻ കോളേജാണ് പഠിച്ചത്. വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലി ചെയ്യുന്നതിന് താല്പര്യമില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കൺസേൺ പുട്ടപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അന്നേരം എൻ്റെ ഇവിടെ കോളേജിൽ പഠിച്ച ഒന്ന് രണ്ട് പേർക്ക് ജുവല്ലറി ഉണ്ടായിരുന്നു. അപ്പോൾ അവരോട് അവരെ സമീപിച്ച് ജുവല്ലറിയെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്ത് പുതിയൊരു കൺസേണാണ്. അന്ന് ജുവല്ലറി നമുക്ക് ഗോൾഡ് സ്മിത്തിൻ്റെ പിന്നെ ലൈസൻസ് കിട്ടുള്ളായിരുന്നു ആ കാലഘട്ടങ്ങളിൽ. അപ്പം അങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ഒരിക്കലും അത് മാറി ഗോൾഡ് കൺട്രോൾ ആക്ട് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ആർക്കും സ്വർണ്ണക്കട തുടങ്ങാം എന്നുള്ള ഒരു വന്നു. അന്നേരം ഫുൾ സ്വിംഗ് ആയിട്ട് ആ ഒരു കാര്യമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ പ്രചോദനം ഈ പറഞ്ഞ ജുവല്ലറി ആകുമ്പോഴത്തേനും ഒരു കുഴപ്പമില്ലാത്ത ബിസിനസ്സാണ്. ഈ പറഞ്ഞ എൻ്റെ സുഹൃത്തുക്കളുടെ സംസാരം മുഖേനയാണ് എനിക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടിയത്. അവരാണ് ഇതിൻ്റെ ഒരു കാരണം. ഇടിമണ്ണിക്കൽ എന്നത് വീട്ടുപേരാണോ അതോ മറ്റൊരു പേര് ചൂസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണ്? കാരണം എനിക്ക് ഫണ്ടില്ലല്ലോ. എനിക്ക് പുതിയ സംരംഭം തുടങ്ങുന്ന ആഗ്രഹമുള്ളൂ. പക്ഷേ ഐ ഡോണ്ട് ഹാവ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ ഈസ് വിത്ത് ഫാദർ. അപ്പോൾ ഫാദറിൻ്റെ വീട്ടുപേര് ഫാമിലി നെയിം ഞാൻ വെച്ചു. വേറെ ഒന്നും ചിന്തിച്ചില്ല. ഇടിമണ്ണിക്കൽ ഫാമിലി നെയിമാണ്. ആരംഭകാലത്തെ ബുദ്ധിമുട്ട് ക്യാപിറ്റലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ക്യാപിറ്റൽ ഇൻറ്റൻസീവാണ്. ആ കാലഘട്ടത്തിൽ എനിക്ക് പുതിയ സംരംഭങ്ങൾക്ക് ബാങ്കുകൾ ഇന്നത്തെ കാലഘട്ടത്തിലെ പോലെ അത്ര വെൽക്കം അല്ലായിരുന്നു ബാങ്ക് ലോണുകളൊന്നും കിട്ടാൻ. അപ്പോൾ ക്യാപിറ്റൽ റേസ് ചെയ്യുക എന്നുള്ളത് ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. അതിനെ ഓവർകം ചെയ്ത് ദൈവാനുഗ്രഹത്താൽ ഫാദറിന് എന്നോട് കോൺഫിഡൻസ് തോന്നി. ഞാനും എൻ്റെ ബ്രദറും ഇവിടെ കൂടി അദ്ദേഹത്തെ ഒന്ന് കൺവിൻസ് ചെയ്ത് അദ്ദേഹം കുറേ സ്ഥലമൊക്കെ വിറ്റ് ഇനീഷ്യൽ ക്യാപിറ്റൽ എന്നുള്ള സംവിധാനം ചെയ്തു തന്നു. ബിസിനസ് കോമ്പറ്റീഷൻസ് നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഹൈലി കോമ്പറ്റീറ്റീവാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് ക്വാളിറ്റിയിൽ നമ്മൾ ആക്ച്വലി ഇപ്പോൾ 916 ഉള്ളപ്പോൾ ഞാൻ 92 ആണ്. പിന്നെ പണിക്കൂലിയിൽ മാക്സിമം കോമ്പറ്റീറ്റീവായിട്ടൊക്കെ കുറച്ച് കൊടുക്കാനുള്ള രീതിയിൽ ഞങ്ങൾ ചെയ്യും. കസ്റ്റമർ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആക്ച്വലി ഫെസ്റ്റിവൽ ഓഫേഴ്സ്, ഓണം, ക്രിസ്മസ്, ഈസ്റ്റർ ഈ 3 സമയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ മാക്സിമം മീറ്റ് ചെയ്യാനും അവരെ കടയിലേക്ക് കൊണ്ടുവരാനും അവർക്ക് അവരെ ഹാപ്പി ആക്കാനുള്ള അഡ്വർടൈസ്മെൻറ്റ് മെത്തേഡ്സും ആണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ആരംഭകാലത്തും ഇന്നും കസ്റ്റമറിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
ആരംഭകാലത്ത് സ്വർണ്ണത്തിന് വിലക്കുറവായിരുന്നല്ലോ. ഇന്ന് സ്വർണ്ണം ഭയങ്കര വിലയാണ്, ഭയങ്കര വാല്യൂ. അപ്പോൾ ആൾക്കാരുടെ ബൈങ് ഹെവി വെയിറ്റ് വാങ്ങിക്കുന്ന ട്രെൻഡ് മാറി മാക്സിമം ലോ വെയിറ്റ് ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്ന ഒരു ടെൻഡൻസിയിലേക്ക് ആൾക്കാർ മാറിയിട്ടുണ്ട്. ഇടിമണ്ണിക്കൽ ഒപ്റ്റിക്കൽസിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ഇടിമണ്ണിക്കൽ ഒപ്റ്റിക്കൽസ് എൻ്റെ ബ്രദറിൻ്റെ ഒരു സംരംഭമാണ്. അപ്പോൾ അതേ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് ജ്വല്ലറി ആണല്ലോ, അന്നേരം ഡൈവേഴ്സിഫിക്കേഷൻ, ബിസിനസ് ഡൈവേഴ്സിഫിക്കേഷൻ പറഞ്ഞാൽ അതേ കണ്ടുപിടിച്ച ഒരു സംവിധാനമാണ്. ഗോൾഡ് ബിസിനസ്സിൽ നിന്ന് ഒപ്റ്റിക്കൽസിലേക്ക് വന്നപ്പോൾ ബിസിനസ് ട്രിക്സിൽ ഉണ്ടാക്കിയ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് പറയാം. അത് ഭയങ്കരമായിട്ട് എവിഡൻ്റാണ്. മെത്തേഡ് ഓഫ് ഓപ്പറേഷൻ. ജ്വല്ലറി എന്ന് പറയുമ്പോൾ ഇച്ചിരി പോഷായിട്ടുള്ള ഫർണിഷിങ്ങും ക്ലാസ് ആയിട്ടുള്ള മെറ്റീരിയൽസും ആണല്ലോ. അപ്പോൾ ഒപ്റ്റിക്കൽസിലേക്ക് വരുമ്പോൾ സെയിം വേ ഓഫ് ഫർണിഷിങ് ആൻഡ് ദ ആർട്ടിക്കിൾസ് ഓൾസോ കൂടുതൽ ഫാഷനബിൾ ആൻഡ് സംതിങ് വാല്യുബിൾ ആയിട്ടുള്ള കണ്ണാടികളും ഫ്രെയിമും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തു. വിദേശത്തേക്ക് ബിസിനസ് വളർത്തുവാൻ ആലോചിക്കുന്നുണ്ടോ? വിദേശത്ത് എൻ്റെ മകന് ബിസിനസ് ചെയ്യുന്നുണ്ട്. ജ്വല്ലറി അല്ലെന്നേ ഉള്ളൂ. അത് 5-8 വർഷമായിട്ട് ഒരു മകനേ ഉള്ളൂ. പുള്ളി ആ ഒരു ബിസിനസ്സിലാണ്. ഓൾറെഡി ദർ ഈസ് എ ബിസിനസ് ദയർ. സ്റ്റാർട്ടപ്പിലേക്ക് വരുന്ന യുവാക്കളോട് എന്തൊക്കെയാണ് സാറിന് പറയാനുള്ളത്? സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്ന യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഹാർഡ് വർക്ക് പുട്ട് ഇൻ ചെയ്താൽ വാട്ട് എവർ ബിസിനസ് വി സ്റ്റാർട്ട് വി വിൽ ഡെഫിനറ്റ്ലി സക്സീഡ്. യാതൊരു സംശയമില്ല. നമുക്ക് കിട്ടുന്ന ടൈം ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നോട്ട് കമ്പയറിങ് വിത്ത് അതേഴ്സ്, വിത്ത് വാട്ട് എവർ ഈസ് ഇൻ അവർ ഹാൻഡ്, അറ്റ് ഹാൻഡ്, അത് ഫുൾ പ്രൊജക്റ്റായിട്ട് വിത്ത് ഓൾ യുവർ മൈൻഡ് ആൻഡ് സോൾ, ഇഫ് യു പുട്ട് യുവർ എഫേർട്ട് ആൻഡ് യുവർ എനർജി and your life in that, definitely every startup business will come to a success. സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ കോൺഫിഡൻസും അതേപോലെ ആറ്റിറ്റ്യൂഡും അതൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള യുവാക്കൾക്കുണ്ടെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഞങ്ങളെപ്പോലുള്ള ആൾക്കാരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ മുതലേ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. ഫ്രം മൈ വെരി ചൈൽഡ്ഹുഡ് ഐ വാസ് വർക്കിംഗ് ഹാർഡ് അലോങ് വിത്ത് ദ പേരൻസ്. കർഷകരാണ്. അവരുടെ കൂടെ എവറി ടൈം ഫ്രം മൈ ഓർമ്മ വെച്ച നാൾ മുതൽ മൈ ബ്രദേഴ്സ് ഓൾ വെർ ഹാർഡ് വർക്കിംഗ് ആൻഡ് വിത്ത് ദ പേരൻസ്. ആ ഒരു സംഭവം ഇപ്പോഴത്തെ തലമുറ കൊണ്ടുപോകുന്നില്ല. ദേ ആർ ഡൂയിങ് എ കോസി ലൈഫ്, ലക്ഷറിയസ് ലൈഫ് അണ്ടിൽ ദേ ഫിനിഷ് ദ സ്റ്റഡീസ് ആൻഡ് ലൈഫ്. അപ്പോൾ ചെറുപ്പം മുതലേ ആ ഒരു ഹാർഡ് വർക്കിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് ഇല്ല എന്ന് തോന്നുന്നു. അങ്ങനെ പ്രശ്നമുണ്ട്. സാറിന് വിലയേറിയ സമയം ഞങ്ങളുമായി ചെലവഴിച്ചതിന് നന്ദി പറയുന്നു. ഇനി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നും വിദേശ രാജ്യങ്ങളിൽ ഇടിമണ്ണിക്കൽ ജുവലേഴ്സിന്റെ ഷോറൂം തുടങ്ങാൻ സാധിക്കട്ടെ എന്നും ആശംസിക്കുന്നു.